ഇന്നൊരാവശ്യത്തിന് ടൗൺ വരെ പോയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. കാരണം കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. കളർ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവം കേട്ടോ. പക്ഷെ അന്നൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമല്ല, കൊതിയൊന്നുമില്ല. പക്ഷെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര അട്രാക്ഷൻ തോന്നി. ഞാൻ വില ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു 5 100 രൂപയാണെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, വാങ്ങി. പക്ഷേ വാങ്ങിയപ്പോൾ ഒരു പ്രശ്നം, കൊണ്ടുപോകാനുള്ള ബോക്സ് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ കവറിലാക്കി തരാം. നോക്കിയപ്പോൾ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിനുള്ളിൽ ഇതിനൊന്നും ചത്തു പോകാനുള്ള ചാൻസൊന്നും ഇല്ല അതിൽ കിടന്ന്. അങ്ങനെ ഞാൻ ആ കവറിലാക്കി വാങ്ങി. ബൈക്കിലാണ് വന്നിരുന്നത്. അപ്പോൾ ബൈക്കിൻ്റെ ഹാൻഡിൽ തൂക്കിയിട്ടിട്ടാണ് വീട്ടിലേക്ക് ചെല്ലണേ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞാനൊരു ബക്കറ്റിലേക്ക് മാറ്റി. കാരണം ഇനി ശ്വാസം കിട്ടാണ്ടെങ്കിലും ചത്തു പോകണ്ടെന്ന് വിചാരിച്ചു. ബക്കറ്റിൽ തന്നെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം പോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അതിൽ കുറേ മണ്ണും ചരലൊക്കെ നിറച്ച് വെച്ചു. എന്നിട്ട് ഇതിനെല്ലാം അതിലേക്ക് ബക്കറ്റിപ്പാട് തന്നെ അതിലേക്ക് ചാടിച്ചു. ഭാവിയിലൊരു കൂടൊക്കെ ഉണ്ടാക്കണം. തൽക്കാലം ഇതിനെ അതിൽ തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇതിന് എന്താ തീറ്റ കൊടുക്കണതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ അരി പൊടിച്ച് കൊടുക്കാം, അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് അരി മിക്സിയിലിട്ട് പൊടിച്ചു ചെറിയ പൊടി പോലെ ആക്കി. എന്നിട്ട് അതിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തട്ടിമറിച്ച് കളയോ എന്നൊന്നും അറിയില്ല, എന്നാലും അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ആരും ആദ്യമൊന്നും മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് വന്ന് കുറച്ച് പേര് അതിന് കൊത്തിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വെള്ളം ഒരു ചിരട്ടയിലാക്കിയിട്ട് ഒരു മൂലയ്ക്ക് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. വെള്ളം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകിട്ടാണ് നമ്മളിത് മേടിച്ചിട്ട് വന്നത്. അപ്പോൾ മഴക്കാരും ഉണ്ടായിരുന്നു. മഴയുടെ നനഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചത്തു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്ലൈവുഡോ അങ്ങനെ എന്തെങ്കിലും സംഭവം വെച്ചിട്ട് അടയ്ക്കണം എന്ന് വിചാരിച്ചു. ഇപ്പോൾ തൽക്കാലം ഒരു നെറ്റ് വെച്ചാണ് അടച്ചേക്കണേ, കാക്കയൊന്നും കൊണ്ടാകാതിരിക്കാൻ. ഇതിപ്പോൾ ഞാൻ ചോറ് വെച്ച് കൊടുത്താണ്. ഇപ്പോൾ ഇതുങ്ങൾ അത് പൊടിയിൽ അധികം കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് വെച്ച് കൊടുത്തു. ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ ആണ്. അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞേനെ കേട്ടോ. മഞ്ഞേനെ കാണാൻ എന്ത് ഭംഗിയല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടല്ല അതിനെ കാണുന്നത്. പക്ഷെ എനിക്ക് അതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഞ്ഞയാണ്. മഞ്ഞയ്ക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതുങ്ങളെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങളുടെ ഫീസ് കാണാനായിട്ട് എന്ത് രസമല്ലേ. പക്ഷേ ഇതിൻ്റെ ക്യൂട്ട്നെസ്സൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും കേട്ടോ. ഇത് വലുതാവുന്നതിനനുസരിച്ച് എന്തായാലും നമുക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിയതാണ്. ഇത് രക്ഷപ്പെടുമോ, നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഞ്ഞയാണ്. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത വീഡിയോസിൽ നമ്മളിതിൻ്റെ കൂടൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.